എൻ്റെ മുമ്പിൽ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഏതാണ്ട് ഞാൻ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജായി ജോലി ചെയ്യുമ്പോൾ ഏതാണ്ടൊരു 500-ൽ പരം കൊലക്കേസുകൾ എൻ്റെ മുമ്പിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് കേസുകൾ ഞാൻ ശിക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പോഴും ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ആൾക്കാർ ഒരുപാട് പേര് ഈ പല ജയിലുകളിലുമായിട്ട് സെൻട്രൽ ജയിലുകളിലുമായിട്ട് കിടക്കുന്നുണ്ട്. അതിലെ സന്തോഷം കൊണ്ട് ഞാൻ പറയുന്നതല്ല, പക്ഷേ അങ്ങനെ ജോലി ചെയ്യാനിടയായിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും ഇങ്ങനെ പ്രമാദമായ കേസുകൾ എൻ്റെ മുമ്പിൽ തന്നെ വരും. അപ്പോൾ പിന്നെ ഞാനിതങ്ങ് മടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരെയും വധശിക്ഷയ്ക്കൊന്നും വിധിക്കരുത് എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ അന്ന് കോഴിക്കോട് ജോലി ചെയ്യുകയാണ്. കോഴിക്കോട് ഇരിക്കുമ്പോൾ അവിടെ ഒരു വധശിക്ഷ ഒരു കേസിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കേസിൽ വധശിക്ഷ കൊടുക്കേണ്ട കേസുണ്ട്. 2 കുഞ്ഞുങ്ങളെ ഒരാൾ പിടിച്ച് കഴുത്തിന് പിടിച്ച് വെള്ളത്തിൽ മുക്കി കൊന്ന ഒരു കേസുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് ഉറപ്പായിട്ട് അത് ഏതാണ്ട് അയാൾ കുറ്റക്കാരനാണെന്ന് കാണാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായി. പക്ഷേ ഞാൻ ആ വധശിക്ഷ എടുക്കുന്നതിന് മുമ്പ് ദൈവം അതങ്ങ് നടപ്പാക്കി. അതിൻ്റെ കാരണം ഇയാളെ 313 അതായത് ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കും. അങ്ങനെ വിളിക്കുന്ന ദിവസം അന്ന് രാവിലെ ഇയാൾ വന്നിട്ടില്ല. അപ്പോൾ അയാളുടെ അഭിഭാഷകൻ പറഞ്ഞു, യുവർ ഓണർ ഹി ഹാസ് കമ്മിറ്റഡ് സൂയിസൈഡ്. അയാൾ അന്ന് രാവിലെ തൂങ്ങി മരിച്ചു. അങ്ങനെ എൻ്റെ കൈ കൊണ്ട് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം ദൈവം നേരിട്ടങ്ങ് നടപ്പാക്കി. അങ്ങനെ സംഭവമുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നുമല്ല ഏറ്റവും ഇപ്പോഴും ഭീതി ജനിപ്പിക്കുന്ന. 25 വർഷമാകുന്നു ഈ ആലുവ കൂട്ടക്കൊല നടന്നിട്ട്. ഇപ്പോഴും അത് ഭീതി മാറാത്ത ഒരു സംഭവമായിട്ട് എൻ്റെ മനസ്സിൽ പോലും തങ്ങി നിൽപ്പുണ്ട്. സാധാരണഗതിയിൽ എനിക്കങ്ങനെ ഭീതിയൊന്നും ഒരു കാര്യത്തിലും ഉള്ള ആളല്ല. എനിക്കിപ്പം ഈ ഒരു കൊലക്കേസ് ഇതൊക്കെ കണ്ട് എൻ്റെ മനസ്സ് മരവിച്ചിരിക്കുന്നതാണ്. എനിക്കിത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. എങ്കിൽ പോലും അതിനകത്ത് 2 കുട്ടികളൊക്കെ കൊല ചെയ്യപ്പെട്ടത് ഒരു രീതി ഒക്കെ വിവരിച്ച് വന്നപ്പോൾ വളരെ വിഷമമുണ്ടായി. ആ കേസ് ഞാൻ കോഴിക്കോട്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ആശ്വസിച്ചു. ഇപ്പം ഞാൻ എന്തായാലും കോഴിക്കോടാണ്. ഇനിയിപ്പം ഞാൻ അടുത്ത തവണ എറണാകുളത്തോട്ട് ട്രാൻസ്ഫർ ചോദിക്കണം. അപ്പോൾ അവിടെ CBI കോടതിയിൽ വേക്കൻസി വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്നെ പോസ്റ്റ് ചെയ്യുള്ളൂ. കാരണം സീനിയോറിറ്റി അതുപോലെ ആയതുകൊണ്ട്. കാരണം എന്നെ കഴിഞ്ഞ് സീനിയറായിട്ടുള്ള ഒരാൾ അത് ചോദിക്കാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് എൻ്റെ തലയിൽ ഇല്ലല്ലോ. ലോക്കൽ പോലീസ് അന്വേഷിക്കും. അവിടെ വന്നു നോർത്ത് പറവൂർ കോടതിയിലെ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഈ കേസ് കമ്മിറ്റ് ചെയ്ത് വിട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ആശ്വസിച്ചു എൻ്റെ മുമ്പിലില്ല എന്ന്. അപ്പോഴാണ് അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ടായത്. അപ്പോഴത്തേക്ക് ഞാൻ എറണാകുളത്തോട്ട് എനിക്ക് ട്രാൻസ്ഫറായി CBI കോടതിയിൽ എന്നെ പോസ്റ്റ് ചെയ്ത ഉടനെ സംഭവിച്ചേക്കുന്ന ഈ കേസ് ഹൈക്കോടതി CBIയിലേക്ക് വിട്ടു. അപ്പോൾ CBI അന്വേഷിക്കണം. CBI അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്തു. അത് CBI കോടതിയിലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് CBI ഒന്നാം കോടതി എന്നുള്ള നിലയ്ക്ക് എൻ്റെ മുമ്പിൽ തന്നെ അത് വരും. അപ്പം ഞാൻ വിഷമിച്ചു. കാരണം ഈ 6 പേരുടെ ഈ കൂട്ടക്കൊല വീണ്ടും ഞാൻ എടുത്ത് കൈകാര്യം ചെയ്യണമല്ലോ എന്ന്. പിന്നെ ഒരു ജോലി ഞാൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഞാനത് വൃത്തിയായിട്ട് ചെയ്യാറുണ്ട്. അത് നന്നായിട്ട് ശ്രീ പുരുഷോത്തമൻ നായരാണ് അതിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വന്നത്. രാജീവൻ നമ്പീശൻ എന്ന് പറയുന്ന നോർത്ത് പറവൂരിൽ അന്ന് വളരെ ചെറുപ്പമാണ് അദ്ദേഹം. ഒരു ലോയറാണ്, മിടുക്കനാണ്. അദ്ദേഹമായിരുന്നു അന്ന് അതിലെ പ്രതിക്ക് വേണ്ടി ആൻ്റണിക്ക് വേണ്ടി ഹാജരാകുന്നത്. അപ്പോൾ ഈ കേസിൻ്റെ വിസ്താരമെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ബാക്കി ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാൻ കാര്യം എന്താണെന്നറിയാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുമ്പിലുള്ള ഒരു കേസിനെ കുറിച്ച് ഞാൻ പറയത്തില്ല. ഇതിൻ്റെ വിധി ഫൈനലായി. എന്നിട്ട് ഇപ്പം ഇനി ഒരു കോടതിയിലും പോകാനില്ല. ഇനി അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞാലും പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല, ഞാൻ പറയില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് CBIയിൽ എന്തുകൊണ്ട് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷെ കേരള പോലീസിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് വളരെ ബെസ്റ്റായിട്ടുള്ള അന്വേഷണമാണ്. അത് നടത്തിയ ആലുവ DYSP ആയിട്ടിരുന്ന ആളാണ്, അദ്ദേഹമാണ് അതിൻ്റെ അന്വേഷണം നടത്തിയത്. വളരെ നീറ്റായിട്ട് അന്വേഷിച്ച കേസാണ്, വളരെ നല്ലത്. ഒന്നും അതി കുറ്റം പറയാനില്ല. ഒരു ലൂപ്പോടും ഇല്ലാതെ അന്വേഷണം പൂർത്തിയാക്കിയതാണ്. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ നോക്കിയപ്പോൾ ഇത് പിന്നെ എന്തിന് CBIക്ക് പോയെന്ന് നമുക്ക് തോന്നും. അതാണ് വളരെ രസകരമായ കാര്യം. ഇതിനകത്ത് ആ കേസിലെ സംഭവം വായിച്ചു നോക്കിയാൽ അതിനകത്ത് വന്നു കഴിഞ്ഞത്, ആദ്യം
ഇതുപോലെ അഗസ്റ്റിൻ ആണ് കൊല്ലപ്പെടുന്നത് അതിനകത്ത്. ആദ്യം അഗസ്റ്റിൻ അല്ല, മൂന്നാമത്. അതിനു മുമ്പ് ആദ്യം കൊച്ചുറാണി എന്ന് പറയുന്ന അഗസ്റ്റിൻ്റെ സഹോദരി കൊല്ലപ്പെടുന്നു. അതിനു മുമ്പേ തൊട്ട് തന്നെ അമ്മ കൊല്ലപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊല്ലപ്പെടുന്ന അഗസ്റ്റിനാണ്. അപ്പോൾ അഗസ്റ്റിൻ്റെ പേരിൽ ഒരുപാട് സ്വത്തുവകകളുണ്ട്. പിന്നെ ഒരുപാട് ഡെപ്പോസിറ്റ്സ് ഉണ്ട്, പണം നിക്ഷേപമുണ്ട്. പിന്നെ അതേപോലെ ആ വീട്ടിൽ നിന്ന് പോലും പായയിൽ പൊതിഞ്ഞു വെച്ചിരുന്ന കട്ടിലടിയിൽ നിന്ന് അങ്ങനെ അന്ന് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടായിരുന്നു, എത്രയാണെന്ന് ഞാൻ മറന്നുപോയി, ഉണ്ട്. പിന്നെ ആഭരണങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ആദ്യം അഗസ്റ്റിൻ കൊല്ലപ്പെട്ടതായിട്ടാണ് ആ കേസിനകത്ത് വന്നേക്കുന്നത്. അത് കഴിഞ്ഞ ഉടനെ അഗസ്റ്റിനെ കൊന്നതിന് ശേഷമാണ് ഇമ്മീഡിയറ്റ്ലി ആണ് ഈ മേരി കൊല്ലപ്പെടുന്നത്. അപ്പം അതിന് വേറെ പ്രശ്നമുള്ളത്, അപ്പോൾ അഗസ്റ്റിൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അഗസ്റ്റിൻ്റെ സ്വത്തുക്കളൊക്കെ മേരിക്ക് വരും. ഇനി മേരിയാണ് ആദ്യം മരിക്കുന്നതെന്ന് കണ്ടാൽ മേരിയുടെ സ്വത്തുക്കൾ അഗസ്റ്റിൻ്റെ പേരിൽ പോവും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് ആരാദ്യം മരിച്ചു എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. ഇത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും ഒക്കെ നോക്കിയാൽ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ്, എൻ്റെ ഓർമ്മ മേരി ആദ്യം മരിച്ചതായിട്ടാണ് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിലുള്ളത്. അപ്പോൾ മേരിയുടെ വസ്തുക്കൾ അഗസ്റ്റിന് പോവും. പിന്നെ അഗസ്റ്റിന് മരിക്കുന്നു. അപ്പോൾ അഗസ്റ്റിന് മരിച്ചു കഴിഞ്ഞാൽ ഈ വസ്തുക്കളെല്ലാം കൂടെ ചേർന്ന് അഗസ്റ്റിൻ്റെ ബന്ധുക്കൾക്ക് പോവും. കാരണം ആ കുടുംബത്തിൽ വേറെ ആരും ഇല്ലല്ലോ. അതായത് അഗസ്റ്റിൻ്റെ അമ്മ മരിച്ചു, സഹോദരി മരിച്ചു, പിന്നെ ബാക്കി 2 സഹോദരന്മാരാണ് അവിടെ അടുത്തുള്ളത്, അവരുണ്ട്. ഈ വസ്തുക്കൾ അവർക്ക് പോവും. നേരെ മറിച്ച് അഗസ്റ്റിൻ ആദ്യം മരിക്കുകയും മേരി പിന്നെ മരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വസ്തുക്കൾ മേരിയുടെ ബന്ധുക്കൾക്ക് പോവും. അപ്പം ഇവർ ഇങ്ങനൊരു പ്രശ്നത്തിൻ്റെ പുറത്താണ് ഇതിലൊന്നിലധികം ആളുകളുണ്ടെന്നും അഗസ്റ്റിനാണ് ആദ്യം കൊല്ലപ്പെട്ടതെന്നും ഒക്കെ ഉള്ള ഒരു തർക്കം എടുത്തിട്ട് ആണ് ഈ മേരിയുടെ പിതാവും സഹോദരനും കൂടെ CBI എൻക്വയറിയോ അന്വേഷണം ചോദിച്ച് ഹൈക്കോടതിക്ക് കൊടുത്തത്. അപ്പോൾ ഹൈക്കോടതിക്കും കണ്ടപ്പോൾ ഒരു സംശയം, ഇങ്ങനെ ഒരുത്തിന് ഇത്രയും പേരെ ഇങ്ങനെ കൊല്ലുമോ എന്നുള്ളൊരു സംശയം വന്നു. അത് എനിക്ക് ആ സംശയമൊന്നുമില്ല. അപ്പം ഈ സംശയം വന്നു കഴിഞ്ഞപ്പോഴാണ് CBIക്ക് ആ അന്വേഷണം ഒന്ന് റെഫർ ചെയ്തത്. അതൊന്നുകൂടെ പരിശോധിച്ച് ചെയ്യാൻ പറഞ്ഞു. നല്ലതായിട്ട് അവർ വീണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. ആ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ചാർജ് ഷീറ്റ് തയ്യാറാക്കി. അങ്ങനെയാണ് എൻ്റെ മുമ്പിൽ വരാനിടയായത്. അപ്പം ഞാൻ ഈ കേസ് നോക്കി, ബാക്കി അതിൻ്റെ ഫാക്ട്സ് ഒന്നും ഞാൻ പറയുന്നില്ല, എങ്ങനെയൊക്കെയാണ് ഈ കൊല്ലപ്പെട്ടത് അത് പറയാനുണ്ട്. പക്ഷേ അത് പിന്നൊരവസരത്തിലാകാം. അത് ഞാൻ ആ കേസിൽ ഈ ആൻ്റണി കുറ്റക്കാരനാണെന്ന് കണ്ടു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പോസ്റ്റ് ചെയ്തു ശിക്ഷയെക്കുറിച്ച് വാദം കേൾക്കാൻ. ശിക്ഷയെക്കുറിച്ച് വാദം കേട്ടു. അപ്പം ഇനി അതിനകത്ത് വലിയ വാദം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ഇത് റെയറസ്റ്റ് എമംഗ് റെയർ ആവുമോ, അപൂർവങ്ങൾ അത്യപൂർവം ആവുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് വലിയ സംശയമൊന്നും വേണ്ട. എണ്ണം കൊണ്ട് മാത്രമല്ല, ആ മർഡറിൻ്റെ രീതി തന്നെ അത്രത്തോളം കാഠിന്യമേറിയതാണ്, ഗുരുതരമാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ അതിലെനിക്ക് എൻ്റെ മനസ്സിനെ വല്ലാതെ മതിച്ചതെന്ന് പറയുന്നത് ആ 2 കുഞ്ഞുങ്ങൾ, ദിവ്യ എന്ന് പറയുന്ന ആ പെൺകുട്ടിയും അതേപോലെ തന്നെ ഒരു ജിസ്മോൻ എന്ന് പറയുന്ന ആ മോനും, അവർ കൊല്ലപ്പെട്ട രീതിയാണ്. അത് നമുക്ക് സഹിക്കുകയല്ല കണ്ടാൽ, ആ രീതിയിലാണ്. അപ്പോൾ അത് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൻ്റെ ആ ഫാക്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലും അയാൾ ദയൊന്നും അർഹിക്കുന്ന ആളല്ല. അതുകൊണ്ടാണല്ലോ പ്രസിഡന്റ് പോലും ദയാഹർജി തള്ളിയതാണ് ആ കേസിനകത്ത്. അപ്പോൾ ഇത് വളരെ വല്ലാത്ത ഒരു സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അപ്പം ഞാൻ അറിയുന്നില്ല, CBI കോടതിയിൽ ഇതുവരെ വധശിക്ഷ ആർക്കും കൊടുത്തിട്ടില്ല ഇവിടെ. അത് ഞാൻ അറിയുന്നില്ല. ഏതായാലും ഞാൻ അയാൾക്ക് വധശിക്ഷ കൊടുത്തു. അപ്പോൾ ആ ശിക്ഷയ്ക്ക് കൺഫർമേഷന് ഹൈക്കോടതിയിൽ അയക്കണം. 366 വകുപ്പ് CRPC അനുസരിച്ച് 366(1) അതാണ്. അങ്ങനെ ഞാൻ ഹൈക്കോടതിക്ക് റെക്കോർഡ്സും ഇതെല്ലാം കൂടെ കൊടുത്തു. ഹൈക്കോടതി ഇത് വാദം കേട്ടിട്ട്, എൻ്റെ ഓർമ്മ ജസ്റ്റിസ് ബാലി ആയിരുന്നാണ്, ജസ്റ്റിസ് ബാലിയാണോ അത് ബാലിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഇത് കൺഫേം ചെയ്തു. കൺഫേം ചെയ്തതിൻ്റെ പുറത്ത് വീണ്ടും സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോയി. സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് അർജിത് പസായത്തിൻ്റെ ബെഞ്ചായിരുന്നു അത് വാദം കേട്ടത്. കേട്ട് കഴിഞ്ഞിട്ട് സുപ്രീം കോടതി ഇത് കൺഫേം ചെയ്തിട്ട് ആ അപ്പീൽ തള്ളിയതിന് ശേഷം ഇയാൾ ഒരു റിവ്യൂ കൊടുത്തു സുപ്രീം കോടതിയിൽ.
ആ റിവ്യൂവും വാദം കേട്ടിട്ട് കോടതി തള്ളിക്കഴിഞ്ഞപ്പോൾ നേരെ പിന്നെ വേറെ മാർഗ്ഗമൊന്നുമില്ല, പിന്നെ വേറെ ഒരു കോടതി ഇല്ലല്ലോ, നേരെ പ്രസിഡൻ്റ് അടുത്ത് ദയാഹർജി കൊടുത്തു. പ്രസിഡൻറ്റ് ഇത് പഠിച്ചതിന് ശേഷം പ്രസിഡൻറ്റ് ദയാഹർജി തള്ളി. അതായത് സുപ്രീം കോടതിയുടെ വിധി ശരിയാണ്, അതുവരെയുള്ള വിധികളെല്ലാം ശരിയാണ് എന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഇടപെടാനൊന്നുമില്ല, ഇയാൾ ദയ അർഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ സുപ്രീം കോടതി പ്രസിഡൻറ്റ് ദയാഹർജി തള്ളി. ഈ ദയാഹർജി തള്ളിയതിൻ്റെ പുറത്ത് അപ്പം ഇനി എന്ത് ചെയ്യാവും, ഒരു മാർഗവുമില്ല. അങ്ങനെ കൊലമരം കാത്തു കിടന്നപ്പോൾ അയാൾക്ക് തോന്നി ഒരു തവണയും കൂടെ ഒന്ന് റിവ്യൂ കൊടുക്കാമെന്ന്. എങ്ങനെ തോന്നിയെന്നുള്ളത് ഞാൻ പറയുന്നില്ല, അതിനെക്കുറിച്ച് പല കിംവദന്തികളും ഒക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അയാളെ രക്ഷപ്പെടുന്നത് എനിക്ക് താല്പര്യമുള്ളൂ, കാരണം എൻ്റെ കൈ കൊണ്ട് ഒരാൾ കൊല്ലപ്പെടുന്നില്ലല്ലോ, അത് മാത്രം മതി. അപ്പോൾ ഈ രണ്ടാമത് റിവ്യൂ അയാൾ എഴുതി കൊടുത്തു. അപ്പോൾ ഒരു ബെഞ്ച് ഓർഡർ ചെയ്തു, ഇത് ഓപ്പൺ കോടതിയിൽ വാദം കേൾക്കണം എന്ന് പറഞ്ഞു. അത് മറ്റൊരു ബെഞ്ച് ഓപ്പൺ കോടതിയിൽ അത് വാദം കേട്ടിട്ട് എന്താണ് അവിടുത്തെ വാദം എന്നുള്ളതൊന്നും എനിക്കറിഞ്ഞൂടാ. ഏതായാലും സാധാരണ സംഭവിക്കാത്ത ഒരു കാര്യമാണ് ഇങ്ങനെ സംഭവിച്ചത്. പ്രസിഡന്റ് ദയാഹർജി തള്ളിയ കേസിനകത്ത് രണ്ടാമത് റിവ്യൂ അനുവദിക്കുക, അതും കഴിഞ്ഞതിന് ശേഷം ആ റിവ്യൂ അനുവദിച്ചു. അയാളുടെ വധശിക്ഷ ജീവപര്യന്തം ആയിട്ട് മാറ്റിക്കൊടുത്തു. പിന്നുള്ള കുഴപ്പം, ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, 14 വർഷം കിടന്നാൽ മതിയല്ലോ എന്ന്. ഇപ്പോൾ 25 വർഷമായി, ഇപ്പോഴും ആൻ്റണി ശിക്ഷയിലാണ്, അപ്പോൾ ജയിലിൽ നിന്നും വിട്ടിട്ടില്ല. അപ്പോൾ അയാൾക്ക് 25 വർഷം, അപ്പോൾ 14 വർഷം എന്ന് പറയുന്നുണ്ടല്ലോ, ആൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് പറയുന്നതാണ്. ഈ 14 വർഷം ആകുമ്പോൾ ഒരു റെമിഷൻ്റെ ഒരു പവറുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കാം, റെമിഷൻ കൊടുക്കാം. അതായത് മതി, നല്ല നടപ്പ് അനുസരിച്ച് 14 വർഷം. അങ്ങനെ ഈ 14 വർഷമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ജയിൽ ഇയറൊക്കെ കൂട്ടുമ്പോൾ അവധി ദിവസങ്ങളും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നല്ല നടപ്പിനൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ റെമിഷനൊക്കെ കിട്ടും. ഇതെല്ലാം വെച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു 9 വർഷം 8 വർഷം 9 വർഷമൊക്കെ ആകുമ്പോൾ ആളുകൾ ഇറങ്ങി വരും. പക്ഷേ ഇതിനകത്ത് ലൈഫ് ഇംപ്രിസൺമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രിസൺമെൻറ്റ് ഫോർ ദ റിമൈൻഡർ ഓഫ് ഹിസ് ലൈഫ് എന്നാണ് അർത്ഥം. അതായത് ബയോളജിക്കൽ ലൈഫ് മുഴുവൻ തീരുന്നത് വരെയും ഈ ലൈഫ് ഇംപ്രിസൺമെൻ്റാണ്. ഇങ്ങനെയുള്ള ഇത്രയും വലിയൊരു കേസിനകത്ത് റെമിഷൻ കൊടുക്കാൻ ഒരുമാതിരിപ്പെട്ടവർ തയ്യാറാവുന്നില്ല. കാരണം അതൊരുപാട് പേരുവശമൊക്കെ വിളിച്ചു വരും. മാത്രമല്ല, ഇപ്പോൾ ജയിൽ അഡ്വൈസറി കമ്മിറ്റി ഒക്കെ ആണെങ്കിൽ പോലും അവർ ഒരു കാരണവശാലും ഇതിൻ്റെ കമ്മിറ്റിയുണ്ട്, ജയിൽ കമ്മിറ്റി, ഇതൊക്കെ കൊടുക്കാനുള്ള ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി ആണെങ്കിൽ പോലും സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു കേസിനകത്ത് റെമിഷൻ കൊടുക്കാൻ റെക്കമെൻഡേഷൻ കൊടുക്കുകയല്ല. പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് അതിന് മുമ്പ് ഒരു ക്രിമിനൽ റെക്കോർഡും ഇയാൾക്കില്ല. ഈ സംഭവത്തിന് മുമ്പ് അയാളുടെ പേരിൽ ഒരു ക്രിമിനൽ റെക്കോർഡുമില്ല. അയാൾ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. അയാൾക്ക് ഒരു ക്രിമിനൽ റെക്കോർഡുമില്ല. അയാളൊരു ഡ്രൈവറായിട്ട് ആ മുനിസിപ്പാലിറ്റിയിലെ ആലുവ മുനിസിപ്പാലിറ്റിയിലെ ഒരു കാഷ്വൽ വേജസിൽ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം അയാൾക്ക് ഗൾഫിലേക്ക് പോകണം എന്നുള്ള അദമ്യമായ ആഗ്രഹത്തിലാണ് ഇങ്ങനൊരു സംഭവം നടക്കാൻ്റെ തുടക്കം ഇതായത്. ഒരു സംഭവം ഉണ്ടായി, അതുണ്ടായി കഴിഞ്ഞപ്പോൾ അത് മറയ്ക്കാൻ അടുത്ത കൊല, വീണ്ടും അതൊക്കെ കൂടെ മറയ്ക്കാനായിട്ട് 4 കൊലപാതകങ്ങൾ ഇങ്ങനെ വേണ്ടി വന്നു. അങ്ങനെ ഒരു നേരത്തെ ഉള്ള ഒരു റെക്കോർഡും ഒരു ക്രൈം റെക്കോർഡും ഇല്ലാത്ത ഒരാൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത് വളരെ വിരളമാണ്. ഞാൻ വേറെ കണ്ടിട്ടില്ല. ബാക്കി ഇതുപോലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ക്രൈം റെക്കോർഡ് അവരുടെ പേര് കാണും, ആൻറ്റിസിഡൻസ് കാണും. ഇതൊന്നും ഉള്ള ആളല്ല. പക്ഷേ അയാളിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അയാളെ പരോളിലും മറ്റോ ആണ്. ഇനി തുറന്ന ജയിലിലേക്ക് എങ്ങാണ്ട് അയാളെ മാറ്റും എന്ന് പറയപ്പെടുന്നു. ബാക്കി ഞാൻ പിന്നെ അതിനെക്കുറിച്ച് അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊന്നും ഞാൻ അന്വേഷിച്ചില്ല. പക്ഷേ ഇപ്പോൾ എന്നെ ഇത് ഹോണ്ട് ചെയ്യുന്നമാതിരി, ഈ സംഭവം ഹോണ്ട് ചെയ്യുന്നത് പോലെ ഇത് ഈ അയാളുടെ മരണം വരെ അയാളെ ഹോണ്ട് ചെയ്യും. പ്രത്യേകിച്ച് അയാൾ ആ മേരി മരിച്ചതിനെക്കുറിച്ച് അയാൾ പറയുന്ന വർത്തമാനമുണ്ട്. മേരി ചേച്ചി ഇങ്ങനെ ഇരുന്നെന്നും പറഞ്ഞ് എൻ്റെ മുമ്പിൽ അത് പറഞ്ഞത് എനിക്കത് വളരെ ഒരു വല്ലായ്മയുണ്ട് ഇപ്പോഴും. ഇരുന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ആഹാരം കൊടുത്തിട്ടുള്ള ഒരാളാണ് ഇയാൾക്ക്. അപ്പോൾ അയാൾക്ക് ആ ഓർമ്മയൊക്കെ വന്നപ്പോൾ അയാൾ യഥാർത്ഥത്തിൽ ഒരുപാട് റിപ്പൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇപ്പോൾ.
എന്തായാലും ദൈവമായിട്ട് അയാൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, രണ്ടാമത് ജീവിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. അയാളെ ഞാൻ മനസ്സിലാക്കിയത് അയാൾക്ക് ഭാര്യയും ഒരു മകനുമാണ് ഉണ്ടായിരുന്നത്. ഭാര്യ ചെറുപ്പമായിരുന്നു, ടീച്ചറായിരുന്നു. അവർ എവിടെയാണെന്ന് പോലും അയാൾക്കറിയില്ല. കാരണം അവരെവിടെയോ പോയി താമസിക്കുകയാണ്. ആ കുഞ്ഞിപ്പോൾ വളർന്നു കാണും. അവനിപ്പോൾ പ്രായപൂർത്തിയായി കാണും, ഉറപ്പാണ്. കാരണം അന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് എൻ്റെ ഉള്ളപ്പോൾ ഏതാണ്ട് 6-7 വയസ്സുണ്ടായിരുന്നു ആ കുട്ടിക്ക്. അപ്പോൾ അത് 4 വയസ്സ് മറ്റോ പ്രായമായിരുന്നു. അപ്പോൾ അവനിപ്പം പ്രായപൂർത്തിയായിട്ടുണ്ട് ഉറപ്പായിട്ട്. ഏതായാലും ഈ ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം മരണം വരെയും ഇത് അയാളെ ഹോണ്ട് ചെയ്യും, അത് ഉറപ്പാണ്, സംശയമില്ലാത്ത കാര്യമാണ്.